ലീല എന്ന ഒരു കവിതാ സമാഹാരത്തിന്റെ കുമരനാശാന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ഒരു കവിതാ സമാഹാരം രണ്ടെണ്ണം കഴിഞ്ഞു ഓൾറെഡി. ആ രണ്ടിലെ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1907 ഒന്ന് കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ് രണ്ടാമത്, അതായത് വീണപൂവ് കഴിഞ്ഞപ്പോൾ രണ്ടാമത് 1911 നമ്മുടെ നളിനി കഴിഞ്ഞപ്പോൾ വീണ്ടും 3 വർഷത്തെ ക്യാപ്പ് ഇട്ടുകൊണ്ട് 1914 നമ്മുടെ ലീലയ്ക്ക് കുമാരനാശൻ ജന്മം നൽകുന്നത് എന്ന് ഓർക്കുക. എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ക്യാപ്പ് ഇട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രസന്റേഷൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഭാവ കാര്യങ്ങളെ തന്നെ, ഭാവ കഥാനുകാരികളെ തന്നെ ഏറ്റവും വാർത്തെടുക്കണമെന്നുള്ള ഒരു സാത്വികമായ ഒരു ചിന്താഗതി ആശാൻ ഉളവെടുത്തത് കൊണ്ടാണ് ആശാൻ 1914 ലീലയ്ക്ക് ജന്മം കൊടുക്കുന്നത്. ഞാൻ ചില കുറിപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, കാരണം എല്ലാം എന്റെ തലയിൽ ഇരിക്കില്ല. അപ്പൊ ചില കുറിപ്പുകൾ കൂടിയുണ്ട്, ഞാൻ ഒന്ന് നോക്കി പ്രസന്റ് ചെയ്യണം. ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് മലയാള സാഹിത്യത്തിൽ ലീല എന്ന ഒരു അമൂല്യ കാവ്യത്തെ കുറിച്ചാണ്. മനുഷ്യ ഹൃദയത്തിന്റെ നിസ്സാരമായ കോണുകളിലേക്ക് പോലും കടന്നു ചെന്ന് അവിടെയുള്ള വേദനയും സ്നേഹവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ മനുഷ്യ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു മഹാകവിയാണ് ശ്രീ കുമാരനാശൻ. അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുമ്പോൾ നമ്മൾ വെറും വായനക്കാരല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും ആ കഥയുടെ ഭാഗമായി മാറുകയാണ്. ലീല ഒരു സാധാരണ പ്രണയ കഥയല്ല. ഇതൊരു മനുഷ്യ ജീവിതത്തിന്റെ അനിശ്ചിതത്വവും വിധിയുടെ ക്രൂരതയും സ്നേഹത്തിന്റെ പരിസ്ഥിതിയും ചേർന്ന ഒരു ദുഃഖാന്ത പ്രണയ കവിതയാണ്. ഈ കാവ്യത്തിലെ നായികയാണ് ലീല. സൗന്ദര്യവും സ്നേഹവും നിറഞ്ഞ ഒരു ഹൃദയം, സത്യസന്ധതയും ആത്മാർത്ഥതയും നിറഞ്ഞ ഒരു യുവാവാണ് ഈ കഥയിലെ നായകനായ മഥനൻ. ഇരുവരും പരസ്പരം ആഴത്തിൽ സ്നേഹിക്കുന്നു. അവരുടെ സ്നേഹം ഒരു വികാരം മാത്രമല്ല, അത് അവരുടെ ജീവിതത്തിന്റെ ആത്മാവ് കൂടിയാണ്. ലീല ഇനി തന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് മഥൻ വിശ്വസിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ആ നിമിഷം അവന്റെ ഹൃദയം തകർന്നു പോകുന്നു. ആ ദുഃഖം കണ്ട് സഹിക്കാനാകാതെ അവൻ ഈ ദേശം വിട്ട്, അതായത് അദ്ദേഹം ജീവിക്കുന്ന നാട് വിട്ട് മറ്റൊരു ലോകത്തിലേക്ക്, സന്യാസത്തിന്റെ വഴിയിലേക്ക് മഥനൻ തിരിയുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു 3 സർഗങ്ങളായി തിരിച്ചാൽ മാത്രമേ നമുക്ക് ലീലയുടെ മുഴുവൻ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. ലീല എന്ന ആ കവിതാ സമാഹാരത്തിന്റെ അന്തഃശുദ്ധി മനസ്സിലാക്കണമെങ്കിൽ അതിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ ആദ്യ സർഗം എന്ന് പറയുന്നത് 74 ശ്ലോകങ്ങൾ ഉള്ളതാണ്. ഏകദേശം 296 വരികളാണ് ആ സർഗത്തിലുള്ളത്. രണ്ടാം സർഗം എന്ന് പറയുന്നത് 70 ശ്ലോകങ്ങൾ ഉള്ളതാണ്. അതിൽ 280 വരികളാണ് ആ ശ്ലോകത്തിലുള്ളത്. മൂന്നാം സർഗത്തിലുള്ളത് 85 ശ്ലോകങ്ങളാണ്. ഈ ഓരോ ശ്ലോകവും 4 വരികളാണ്. അങ്ങനെ 340 വരികൾ, ഏകദേശം 916 വരികൾ ഉള്ളതാണ് ഈ കാവ്യ സമാഹാരത്തിന്റെ ഏറ്റവും വലിയ വിശേഷണം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയും ദൈർഘ്യമുള്ള ഒരു കാവ്യമാണ്, ഖണ്ഡകാവ്യമാണ് ലീല എന്നുകൂടി നമ്മൾ അറിയണം. പ്രണയത്തിന്റെ പരിശുദ്ധിയിൽ ലീലയും മഥനും തമ്മിലുള്ള സ്നേഹം വളരെ ശുദ്ധമാണ്. സ്വാർത്ഥതയില്ലാത്ത ഒരു സ്നേഹം. വിധിയുടെ ക്രൂരത നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ ജീവിതം നമ്മെ തോൽപ്പിക്കും. വിരഹത്തിന്റെ വേദന വാക്കുകളിൽ വിവരിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. കവി അതിനെ അത്ര മനോഹരമായി ചിത്രീകരിക്കുന്നു. വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് മുന്നിൽ ദൃശ്യമാകുന്ന രീതിയിലാണ് ആദ്യ അവസാനം വരെ ആശാൻ ലീലയെ അവതരിപ്പിച്ചിരിക്കുന്നത്. കവിത വായിക്കുമ്പോൾ നമ്മൾ ലീലയുടെ വേദന മനസ്സിലാക്കുന്നു. മഥന്റെ ദുഃഖം നമ്മുടെ സ്വന്തം ദുഃഖമായി മാറുന്നു. ലീല എന്ന ഖണ്ഡകാവ്യത്തിന് 3 സർഗങ്ങളായി തിരിച്ചാൽ മാത്രമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് അതിന്റെ കഥാ സംഹാരത്തിനെ കുറിച്ച് തീർത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അത് ഒന്നാം സർഗത്തിൽ ആശാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1911 രാജ്യോത്സവം വിട്ട് സാധുകത്തിലേക്ക് കടന്ന നളിനി എന്ന ആ ഖണ്ഡകാവ്യം എഴുതുമ്പോൾ തന്നെ അതിനേക്കാൾ ഒരു പടി കൂടെ താഴേക്ക് ഇറങ്ങി സാധാരണ മനുഷ്യരുടെ പ്രേമത്തിന്റെയും സാധാരണ മനുഷ്യരുടെ പ്രണയത്തെക്കുറിച്ചും ധനികരായ ആളുകളുടെ രീതികളെ കുറിച്ചും ഒക്കെ തന്നെ ചിന്തിക്കണമെന്ന് ആശാൻ അന്ന് വളരെ ബോധമുണ്ടായിരുന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1914 ഈ കാവ്യത്തിന്, ലീല എന്ന ഖണ്ഡകാവ്യത്തിന് രൂപം കൊടുക്കുന്നത്. അത് അദ്ദേഹം പറയുന്ന ആദ്യത്തെ ശ്ലോകത്തിന്റെ 2-3 വരികൾ മാത്രം ഞാനിവിടെ അവതരിപ്പിക്കാം. പ്രണയ പരവശേ ശുഭം നിനക്കുണ്ട് ഒരു ദിക്കിൽ നിൻ പ്രിയൻ, ഉണരുക ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ, ഗുണപതി നെടുമോഹ നിദ്ര വിട്ടുണരുക ഞാൻ സഖി നിന്റെ മാധവി എന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ശ്ലോകത്തിന്റെ രൂപത്തിൽ നമുക്ക് കഴിയുന്നത് പോലെ അവതരിപ്പിച്ച് നോക്കാം.
പ്രണയ പരവശേ ശുഭം നിനക്കുണരുക ഉണ്ടൊരു തിക്കിൽ നിൻ പ്രിയൻ. പ്രണയ പരവശേ ശുഭം നിനക്കുണരുക ഉണ്ടൊരു തിക്കിൽ നിൻ പ്രിയൻ. ഗുണവതി നെടുമോഹനിദ്ര വിട്ടുണരുക ഞാൻ സഖി നിന്റെ മാധവി. സരള മധുരമീ വിധം വജസ്സൊരു വിധി വാട്ടിയ കർണവീതിയിൽ വിരവിനോടു പതിച്ചു പിച്ചിമേൽ വിരള നവാംബുധ ബിന്ദുവെന്ന പോൽ ഉദയപുരമതിന്നു ബാന്ധമായി വിദിത മഹീധര സാനുഭൂമിയിൽ സദന സുമവനത്തിൽ ഒന്നിൽ ഉന്മതമരുളും മധുമാസരാത്രിയിൽ വിലസി നറുനിലാവിഴും ലതാവലയമി എന്ന നിലത്തൊരോമലാൽ വിലയവിവശമേനി വീണ പൂങ്കുല അതുപോലെ കിടന്നിരേകയായി ചിതിലഹ മധ്യജീവിതം പ്രതിജന ഭിന്ന വിചിത്ര മാർഗമാം. ചിതിലഹ മധ്യജീവിതം പ്രതിജന ഭിന്ന വിചിത്ര മാർഗമാം. പ്രതിനവരസമാമതോട്ടുകിൽ കൃതികൾ മനുഷ്യ കഥാനുഗായികൾ. കൃതികൾ മനുഷ്യ കഥാനുഗായികൾ. അതെ, ലീല ഒരു തികച്ചും മനുഷ്യ കഥാനുഗായികയാണ്. ബാല്യകാല സുഹൃത്തുക്കളായി, അതായത് ഈ കവിത പറഞ്ഞു പോകുന്നത് ആശാന്റെ ഏറ്റവും വലിയ നാടകീയമായ രംഗങ്ങളിലൂടെയാണ് ഈ കവിത കടന്നു പോകുന്നത്. കാരണം ഈ കവിത കടന്നു പോകുന്നത് പകുതിയിൽ കൂടുതൽ കഴിഞ്ഞു എന്നൊരു രൂപം നമുക്ക് തന്നുകൊണ്ടാണ്. പ്രണയ പരവശേ എന്ന് പറഞ്ഞുകൊണ്ട് സഖി, ഉണരൂ എന്ന് പറഞ്ഞുകൊണ്ട് തോഴിയായ മാധവി ലീലയോട് പറയുന്ന ഒരു കഥയിൽ നിന്നാണ് ഇത് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷമാണ് മറ്റ് ശ്ലോകങ്ങൾ മുഴുവനും മദനെ കുറിച്ച് ലീലയെ കുറിച്ചും ആശാൻ പറഞ്ഞു പോകുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്. ലീല ഒരു മനുഷ്യ കഥാനുഗായികയാണ്. കഥയുടെ സാരാംശം പറയുന്നതും ഇപ്രകാരമാണ്, ശ്രദ്ധിക്കുക. ബാല്യകാല സുഹൃത്തുക്കളാണ് ലീലയും മദനും. യൗവനത്തിൽ അവർ പ്രണയബദ്ധരാകുന്നു. ഉദയപുരത്തെ വർത്തക പ്രമുഖനായ ധനികനായ അർത്ഥപാലകന്റെ ഒരേ ഒരു മകളാണ് ലീല. സുന്ദരിയാണ്, വിദൂഷയാണ് ലീല, ബുദ്ധിമതിയുമാണ്. വാത്സല്യ നിധികളായ പിതാവും മാതാവും ഒരിക്കൽ ഒരു ദൂരയാത്രയ്ക്ക് അർത്ഥപാലകൻ തന്റെ വാത്സല്യപുത്രിയായ ലീലയെയും കൂടി കൂട്ടുന്നു. അവിടെ വെച്ച് മറ്റൊരു വർത്തക പ്രമുഖന്റെ മകന്റെ വധുവായി ലീലയെ ആവശ്യപ്പെടുന്നു. ശ്രദ്ധിക്കുക, അച്ഛനും അമ്മയും കൂടി വാത്സല്യപുത്രിയായ ലീലയെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അന്നത്തെ ഈ സ്ഥലം, ഈ ആശാന്റെ കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊന്നും കേരളത്തിലല്ല നടക്കുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും കേരളത്തിലല്ല നടക്കുന്നത്, പല സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. അത് നമ്മുടെ ഒരുപക്ഷെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളായിരിക്കാം. ആ ഭാഗങ്ങളിലേക്കാണ് നടക്കുന്നതെന്നാണ് ആശാന്റെ പല കവിതകളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല കഥാപാത്രങ്ങളും നടക്കുന്നത് കേരളത്തിലല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ സാവിത്രി ഒഴിച്ച് മറ്റ് കവിതകളെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ കല്യാണം കഴിക്കുന്നതിനുള്ള ഒരു ആഗ്രഹം ഒരാൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ ഈ നടുക്കടലിൽപ്പെട്ട് കൊടുങ്കാറ്റടിച്ച് ആടി ഉലയുന്ന വഞ്ചി പോലെ, അച്ഛന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, നടുക്കടലിൽപ്പെട്ട് കൊടുങ്കാറ്റടിച്ച് ആടി ഉലയുന്ന വഞ്ചി പോലെ നമ്മുടെ ലീലയുടെ മനസ്സ് ആടി ഉലയുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ബാല്യകാല സുഹൃത്തായ മദനൻ യൗവനത്തിൽ പ്രണയബദ്ധനാകുന്നു. അതിനുശേഷം അച്ഛനും അമ്മയോടും കൂടി ഒരു ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന ഒരു സംഭവത്തെയാണ് ആശാൻ ലീലയിലൂടെ അത് ചിത്രീകരിക്കുന്നത്. പക്ഷെ സ്നേഹനിധിയായ ആ പിതാവിനെ ധിക്കരിക്കാൻ ലീലയ്ക്ക് കഴിയുന്നില്ല. സമധന വംശജനം എന്ന് പറഞ്ഞാൽ സ്വയം അതേപോലെയുള്ള വംശജനം, യുവാവും സുന്ദരനും ധനികനുമായ അച്ഛന്റെ ആത്മാർത്ഥമായ ഒരു സുഹൃത്തിന്റെ പുത്രനും കൂടിയായ ആ യുവാവിനെ ലീല സ്വീകരിക്കുകയാണ്. അവിടെ വെച്ച് ലീലയുടെയും ആ വാത്സല്യപുത്രനായ ആ പിതാവിന്റെ ഒരു സുഹൃത്തിന്റെ മകനുമായിട്ട് അവിടെ വെച്ച് വിവാഹം കഴിക്കുകയാണ്. അത് വലിയൊരു ദുരന്തമായി പോയി നമുക്ക് പിന്നീട് മനസ്സിലാകും. പക്ഷെ അവിടെ വെച്ച് അതിന് സമ്മതിക്കുകയാണ്. കാരണം വാത്സല്യപുത്രിയായ സ്നേഹനിധിയായ മകൾക്ക് അച്ഛന്റെ ആ വാക്കുകളെ ധിക്കരിക്കാൻ, അമ്മയുടെ വാക്കുകളെ ധിക്കരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം മദനുമായിട്ടുള്ള പ്രണയത്തെ കുറിച്ച് അച്ഛനും അമ്മയ്ക്കൊന്നും അറിയുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കും.
എന്നാൽ ഭർത്തൃഗൃഹത്തിലെത്തിയ ലീലയ്ക്ക് ഒരു വിധത്തിലും സന്തോഷവതിയായിരിക്കാൻ കഴിഞ്ഞില്ല. അളവറ്റ സ്വത്തിന്റെ ഉടമകളാണ് ലീലയും തന്റെ ഭർത്താവും, ഒന്നിനും ഒരു കുറവുമില്ല. എന്നിട്ടും ലീലയുടെ മനസ്സ് സദാസമയവും ദുഃഖഭരിതമായിരുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഒരു ദിവസം ലീലയുടെ ഭാഗ്യമോ ദൗർഭാഗ്യമോ എന്നറിയില്ല, ഒരു സുപ്രഭാതത്തിൽ തലേന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ഭർത്താവ് മരിച്ച നിലയിൽ കാണുന്നു. അതോടുകൂടി ലീലയുടെ ഭർത്തൃഗൃഹവാസം അവസാനിപ്പിച്ച് തന്റെ പിതാവിന്റെ ഗൃഹത്തിലേക്ക്, പിതൃഗൃഹത്തിലേക്ക് ലീല യാത്രയാവുകയാണ്. യാത്രയാകുമ്പോൾ ആകസ്മികമായി കിട്ടിയ ഭർത്താവ് മരിച്ചുവെങ്കിലും മറ്റൊരു കാര്യം കൂടി അതിനകത്തുണ്ട്. തന്റെ പ്രണയെ കാണാം എന്നുള്ള ഒരു ചിന്തയും കൂടി, ഒരു ലക്ഷ്യം കൂടി അതിനകത്തുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും തന്നെ മനസ്സിൽ വയ്ക്കാതെ തന്നെ അദ്ദേഹം, ലീല അവിടുന്ന് പിതാവിന്റെ ഗൃഹത്തിലേക്ക് പോവുകയാണ്. പക്ഷെ പിതൃഗൃഹത്തിലേക്ക് എത്തിയ ലീലയ്ക്ക് ഒരിക്കലും അവിടെ നല്ല വാർത്തകൾ ആയിരുന്നില്ല കേൾക്കാൻ കഴിഞ്ഞു. അതിന് കാരണം, ഒരു മാസം മുമ്പ് അച്ഛൻ മരിച്ചു കഴിഞ്ഞു. അച്ഛൻ മരിച്ചപ്പോൾ അച്ഛന്റെ സതിയായി, അന്നത്തെ കാലം സതി നിലനിൽക്കുന്ന കാലമാണ്, അവിടെയാണ് അച്ഛൻ കൊണ്ടുപോകുന്നത്. നമ്മുടെ ആ സതി എന്ന നിലയ്ക്ക് തന്നെ അച്ഛന്റെ കൂടെ അമ്മയും കൂടി അനുഗമിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ലീലയ്ക്ക് അമ്മയും കൂടി നഷ്ടമാവുകയാണ്. അത് ഒരു ദുരന്ത വാർത്തയാണ്. എന്നാൽ രണ്ടാമത്തെ ദുരന്ത വാർത്ത എന്ന് പറഞ്ഞാൽ, ലീലയുടെ വിവാഹ വാർത്ത അറിഞ്ഞ മദനൻ ആ ദേശം വിട്ട്, ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു ലോകത്തേക്ക് സന്യാസം സ്വീകരിച്ചു പോയ എന്നൊരു വാർത്തയും കൂടി ലീല മനസ്സിലാക്കിയാണ്. അപ്പോ ഇങ്ങനെ രണ്ട് ദുരന്ത വാർത്തകളാണ് ലീലയ്ക്ക് അവിടെ ചെന്നപ്പോഴും കേൾക്കേണ്ടത്. നമ്മൾ ചിന്തിക്കുക, എത്രത്തോളം വൈകല്യമായ രീതികളിലേക്കാണ് ആ ലീല എന്ന കഥാപാത്രത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളത്, വൈകൃതമായ രീതിയിലേക്കാണെന്ന് നമ്മൾ ചിന്തിക്കുക. ഏതായാലും ഈ രണ്ട് വാർത്തകളും ലീലയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖിതയാക്കി. പിതാവിന്റെ അളവറ്റ ധനത്തിന് ഉടമയാണ് ഇന്ന് ലീല. ലീലയെ വിവാഹം കഴിക്കാൻ വരന്മാർ ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷേ അവരെ കാണാനോ അതിനെ പരിഗണിക്കാനോ ലീലയ്ക്ക് ആവുന്നില്ല. സദാസമയവും അതിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ലീലയ്ക്ക്. അങ്ങനെ ലീല തീരെ വിവശയാവുകയും തന്റെ ആത്മനാഥനെ കുറിച്ച് അന്വേഷിച്ച് തിരിച്ചറിയുന്നതിന് വേണ്ടി തന്റെ ആത്മപ്രിയയായ, തന്റെ തോഴിയായ മാധവിയോട് മദനന്റെ കാര്യങ്ങളെ കുറിച്ച് തിരക്കുന്നതിനും എവിടെ ഉണ്ടെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരണമെന്നുമുള്ള വിവരങ്ങൾ ലീല മാധവിയോട് പറയുകയും അങ്ങനെ മാധവിയിൽ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് ലീല ചെയ്യുന്നത്. മാധവി ലീലയുടെ കാമുകനെ അന്വേഷിച്ച് പോവുകയാണ്. അടുത്ത ഭാഗങ്ങളിലേക്ക് ആശാൻ പറയുന്നത്, ഏകദേശം ഒരു വർഷത്തോളം നീണ്ട തിരച്ചിലിന് ശേഷം മദനൻ ഉള്ള സ്ഥലത്തിനെ കുറിച്ച് ഒരു ഏകദേശ രൂപം മാധവിക്ക് ലഭിക്കുകയും അങ്ങനെ മാധവി തിരിച്ചു വന്ന് ലീലയെ സമാശ്വസിപ്പിക്കുകയും അങ്ങനെ കാമുകന്റെ സമാഗമനത്തിനുള്ള സമയം, അതിന്റെ പ്രതീക്ഷകൾ ലീലയിലേക്ക് നിറയ്ക്കുകയും ചെയ്യുന്ന ഒന്നാണ് സർഗം 1-ൽ ആശാൻ പറയുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞു 75ഓളം ശ്ലോകങ്ങൾ, ആ സർഗത്തിൽപ്പെടുന്ന കാര്യങ്ങൾ മുഴുവനും അതാണ് അതിനകത്ത് പറയുന്നത്. അതാണ് ഈ പറയുന്ന, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശാൻ ഈ പകുതിയിൽ നിന്നും തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും, പ്രണയ പരവശേ ശുഭം നിനക്കുണരുക ഉണ്ടൊരു തിക്കേ നിൻ പ്രിയൻ, നെടുമോഹനെത്ര വിട്ടുണരുക സഖി ഞാൻ നിന്റെ മാധവി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലീലയെ വന്ന് സമാശ്വസിപ്പിക്കുകയും അതുപോലെ തന്നെ കാമുക സമാഗമനത്തിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാൻ തുടങ്ങാൻ പറഞ്ഞുകൊണ്ടാണ് ലീല എന്ന ഇതിന്റെ തുടക്കം ആശാൻ എഴുതുന്നതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ സാരാംശം. മദനൻ എന്ന കാമുകനെ കുറിച്ച്, പുരുഷനെ കുറിച്ച്, സ്നേഹനിധിയായ ഒരു വ്യക്തിയെ കുറിച്ച് നല്ലൊരു സ്വഭാവ ചിത്രം ആശാൻ 2-ാം സർഗത്തിലാണ് വിവരിക്കുന്നത്. ശ്രദ്ധിക്കാതെ, 2-ാം സർഗത്തിൽ, 1-ാം സർഗം കഴിഞ്ഞു, 2-ാം സർഗത്തിലാണ് വിവരിക്കുന്നത്. ലീല 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 എന്ന് ഉച്ചരിച്ചുകൊണ്ട് രേവാനദി കാടുകളിൽ വികലബുദ്ധിയായ അലയുന്ന മദനെ കുറിച്ച് മാധവിക്ക് വാർത്തകൾ കൈമാറുന്നത് അവിടുത്തെ വേടനാരികൾ, വേടസ്ത്രീകളാണ്. പുരവാസികൾ തന്നെ വൻ നാശവും തിരിയാത്ത അതിശുദ്ധ ശീലകൾ എന്നാണ് വേടസ്ത്രീകളെ കുറിച്ച് ആശാൻ വർണ്ണിച്ചിട്ടുള്ളത്. വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. പുരവാസികൾ തന്നെ വൻ ആർജവം തിരിയാത്ത അതിശുദ്ധ ശീലകൾ എന്നാണ് വേടനാരിമാരെ കുറിച്ച് ആശാൻ വിശേഷിപ്പിക്കുന്നത്. മാധവി മദനെ വളരെ അകലെ വെച്ച് കാണുന്നുണ്ട്. പക്ഷേ മനുഷ്യ ദൃഷ്ടിയിൽപ്പെട്ടാൽ സ്ഥലം വിടും എന്ന് വേടസ്ത്രീകൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മദനന്റെ അരികിലേക്ക് മാധവി ചെല്ലുന്നില്ല. തിരിച്ച് വേടനാരികളിൽ നിന്നും ലഭിക്കുന്ന മദനെ കുറിച്ചുള്ള ചില വാർത്തകളാണ് മാധവി ലീലയെ അറിയിക്കുന്നത്. ഭാര്യയെ പിരിഞ്ഞ് ഏതോ ഒരു യുവാവ് 2 കൊല്ലം മുമ്പ് അവളുടെ പേര് മാത്രം ജപിച്ചുകൊണ്ട് നടക്കുന്നതായി തോന്നിയ വേടസ്ത്രീകൾ അവളോട് അലിവും ആദരവും
വളരെയധികം ഉണ്ടാകാൻ ഇടയായ കാര്യം കൂടി മാധവി ലീലയോട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആർക്കാണ്? വേട സ്ത്രീകൾക്ക്. 2 വർഷക്കാലമായി ലീല 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 എന്ന് മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഒരു യുവാവ് ആ രേവാ നദി കാടുകളിൽ അലഞ്ഞ് നടക്കുന്ന ഇത് കാണുന്ന ആ വേട സ്ത്രീകൾ, വേടനാരികൾ വന്ന് മാധവിയോട് പറഞ്ഞ കാര്യമാണ് മാധവി കൃത്യമായിട്ടും ലീലയോട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഈ മദനെ കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം മാധവി ലീലയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഏകാന്തനായി, വിഷാദിയായി, അസ്ഥിമാത്രനായി കാട്ടുതീയിൽ എരിഞ്ഞ പർവ്വതം കണക്കായ മദനനെ ഇനിയും കാത്തിരിക്കുന്നതിൽ അവൾക്ക് അഭിപ്രായമില്ല എന്നാണ് മാധവി തീർത്തും തന്റെ സഖിയായ ലീലയോട് പറഞ്ഞു കൊടുക്കുന്നത്. തിങ്കൾ കല പോലെ അങ്ങ് തേഞ്ഞ് ഒന്നുമില്ലാതെയായി പോരുന്ന ഒരുവന് വേണ്ടി എത്ര കാലത്തേക്ക് എന്നില്ലാതെ തന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് മാധവിയുടെ ദൃഢമായ അഭിപ്രായവും. അനവധ്യമായ കുലത്തിനും മനമത്താത്ത മഹാധനത്തിനും കരിയുന്ന സ്വജനത്തിനും ഏകനാഥയായ ലീല ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് പ്രിയ തോഴിയായ മാധവി ഈ തിരച്ചിലിന് ശേഷവും മദനന്റെ അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയ ശേഷവും ലീലയോട് പറയുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആശാൻ ഈ മാധവി എന്ന കഥാപാത്രത്തിനെ എത്രത്തോളം നന്നായിട്ട് ചിത്രീകരിക്കുന്നു എന്നതാണ്. ഇവിടെ അബദ്ധത്തിലേക്ക് തള്ളി നീക്കുന്ന നല്ല പ്രിയൻ മാത്രം പറയുന്ന ഒരു കുട്ടിനിയായിട്ടുള്ള ഒരു നായികയായിട്ടല്ല, ഒരാളായിട്ടല്ല ഇവിടെ മാധവിയെ കുറിച്ച് ആശാൻ പറയുന്നത്. ഹിതം വേണം എന്നുള്ള ചിന്തയെ കൂടി ആശാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞെങ്കിലും തന്റെ ഉപദേശങ്ങൾ ഒന്നും കേൾക്കാൻ ലീല തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. താൻ കാരണമാണ് മദനന് ഈ അവസ്ഥ വന്നത് എന്ന് അവളുടെ കുറ്റബോധം മദനോടുള്ള അവളുടെ പ്രണയത്തെ കൂടുതൽ തീക്ഷ്ണമാക്കി. 2ാം സർഗത്തിന്റെ അവസാനം പ്രിയ സഖിയുടെ തീരുമാനത്തിന് വഴങ്ങി കൊടുക്കുക മാത്രമേ മാധവിക്കും തലമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലീല കാമുക സമാഗമനത്തിന് തയ്യാറെടുക്കുകയാണ്. രേവാ നദി തീരത്ത് കാടുകളിലേക്ക് അവർ കടക്കുന്നു. വിദ്യുന്തരിയെ ദർശിക്കാനുള്ള അഭിനിവേശം ലീലയിൽ ഉണ്ടായി എന്നതില്ല ആണ് പെട്ടെന്ന് പുറപ്പെടുന്നതെന്ന് ചുറ്റുമുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ അറിയിച്ചുകൊണ്ട് ലീല മാധവിയോടൊപ്പം കുറച്ച് ഭൃത്യന്മാരുമായി വിന്ധ്യ പർവ്വതത്തിന്റെ താഴ്വാരത്തിലേക്ക് മദനനെ അന്വേഷിച്ച് യാത്ര പുറപ്പെടുകയാണ്. രേവാ നദി തീരത്തെ കാടുകളിലേക്ക് അവർ കടന്നു. നമ്മൾ ശ്രദ്ധിക്കുക, മദനൻ എവിടെ ഉണ്ടെന്നുള്ള തിരച്ചില് ലീലയും അതുപോലെ തന്നെ മാധവിയും ചേർന്നുകൊണ്ട് കുറച്ച് ഭൃത്യന്മാരുമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് രേവാ നദിയുടെ കാടുകളിലേക്ക് കടന്നു കഴിഞ്ഞു. ബാഹ്യേന്ദ്രങ്ങൾ അകലെയാക്കിക്കൊണ്ട് ആ ഇന്ദ്രിയാതിഥ്യമായ പ്രണയത്തെ ഉള്ളിലൊതുക്കിക്കൊണ്ട് ആ വാക്കുകൾ ബാഹ്യേന്ദ്രങ്ങൾ അകലെയാക്കിക്കൊണ്ട് കണ്ണുകൾ ആ വനാന്തരങ്ങളിലേക്ക് നിറഞ്ഞിരിക്കുകയാണ്. ബാഹ്യേന്ദ്രങ്ങൾ 5 ഇന്ദ്രിയങ്ങളെയും അവര് പുറമെ ദർശിപ്പിച്ചുകൊണ്ട് ബാഹ്യേന്ദ്രങ്ങൾ അകലെയാക്കിക്കൊണ്ട് ഇന്ദ്രിയാതീതമായ പ്രണയത്തെ ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ലീല മദനനെ തേടി ആ വനാന്തരങ്ങളിലേക്ക് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ലീല ചെയ്ത എല്ലാ യാത്രകളും അവൾക്ക് ദുരന്തങ്ങൾ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഒന്ന്, അച്ഛനോടൊപ്പമുള്ള ആദ്യ യാത്രയിൽ അവൾക്ക് അവളുടെ കാമുകനെ നഷ്ടപ്പെടുന്നു. ആദ്യമായി ലഭിച്ച ഭർത്താവ് ആകസ്മികമായി മരണപ്പെടുന്നു. തിരികെ സ്വന്തം പുതുഭവനത്തിൽ വന്നപ്പോൾ മാതാപിതാക്കളുടെ നഷ്ടം. ഇനി അവൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു യാത്ര കാമുകനെ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ്. ഈ യാത്ര അവളെ എങ്ങനെ മാറ്റിമറിക്കും എന്നുള്ളത് ആശാൻ പറയുന്നത് സർഗം 3ലേക്കാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ തീരുന്ന ഒന്നാണ്. 85ഓളം ശ്ലോകങ്ങളാണ് 3ാം സർഗത്തിൽ ആശാൻ ഇട്ടിട്ടുള്ളത്. 85ഓളം 316ഓളം വരികളുള്ള 85ഓളം ശ്ലോകങ്ങളാണ് ഈ 3ാം സർഗത്തിലേക്ക് കിടക്കുന്നത്. നമുക്ക് സംക്ഷിപ്തമായി പറഞ്ഞാൽ ലീലയുടെയും മദനന്റെയും ജീവിതത്തിൽ അനുഭവിച്ച ദുരന്തങ്ങളെ കുറിച്ച് നമ്മൾ 1ഉം 2ഉം സർഗത്തിൽ പറഞ്ഞുവെങ്കിൽ 3ാം സർഗത്തിൽ പറയുന്നത് മാധവിയോടൊപ്പം എത്തിയ ലീല വളരെ പെട്ടെന്ന് തന്നെ അവിടത്തെ ചെമ്പകമലർ കാടുകളിൽ തലോടി വരുന്ന കാറ്റിൽ മദനന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു എന്നതാണ്. ഭാഗ്യഹീനയായ തനിക്കൊപ്പം തന്നെ മദനന് പ്രിയപ്പെട്ടതായിരുന്നു സ്വർണ്ണവർണ്ണ സുഗന്ധികളായ ആ ചെമ്പക പുഷ്പങ്ങളും എന്ന ഒറ്റ ഉറപ്പ് മതിയായിരുന്നു. പ്രണയ് ഇവിടെ ഉണ്ടെന്ന് മന്ദര കണ്ട വാജിയെ പോലെ ലായം കണ്ട അലഞ്ഞു തിരിഞ്ഞ് എത്തിയ കുതിര സ്വന്തം ലായം കാണുന്നത് പോലെ അവൾക്ക് ഉറപ്പിക്കാൻ അത്രയ്ക്ക് കൃത്യത ഉണ്ടായിരുന്നു. ആ കാറ്റിൽ ആ മദൻ വരുന്നു എന്ന് ആ ചെമ്പക വർണ്ണ പൂക്കളുടെ ഗന്ധം കൊണ്ട് തിരിച്ചറിയാൻ ലീലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവളുടെ ഉറപ്പ് ഒട്ടും അസ്ഥാനത്ത് ആയിരുന്നില്ല താനും. ബിന്ദുവിന്റെ പർവ്വത പ്രകൃതിയും മൃഗപക്ഷി സഞ്ചയനവും ഒക്കെ ക്ഷമയോടെ പ്രണയത്തോടെ ആ സമാഗമനത്തിനായി കാക്കുമ്പോൾ വികട വേഷധാരിയായി അസ്ഥി മാത്ര സ്വശനായി
സ്വബോധം പോലും നഷ്ടപ്പെട്ടവനെ പോലെ ഒരു കാറ്റ് പോലെ മദനൻ വരുന്നു. മറ്റൊരു ചെമ്പകം പോലെ അവന്റെ മുമ്പിൽ നിന്ന് അവളെ അവൻ അകമേ അറിഞ്ഞിരിക്കണം. മറ്റൊരു ചെമ്പകം പോലെ അവന്റെ മുമ്പിൽ നിന്ന് അവളെ അവൻ അകമേ അറിഞ്ഞിരിക്കണം. ഒന്ന് നുകർന്നു, പിന്നെ അകന്നു. ഭൂമിയും വാലും നിശബ്ദം, നിശ്ചലം, എങ്ങും ശൂന്യത മാത്രം. ആ കാറ്റ് പാറി രേവാ നദിയിൽ ചെന്ന് ഒടുങ്ങി. അവരെ പിന്തുടർന്ന് ലീല ഒരു കൊള്ളിമീൻ കണക്കെ രേവയുടെ ചുഴിക്കുത്തിലേക്ക് കുതിക്കുന്നതാണ് ലീലയെ പിന്തുടർന്ന് മാധവിക്ക് പിന്നെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു സ്ഥിര സ്വാഗതമാർന്ന, സ്ഥിര പ്രണയമാർന്ന ആ രണ്ട് ആത്മാക്കൾ രേവാ നദിയിൽ അവസാനിക്കുന്നു. ആശാന്റെ പ്രിയപ്പെട്ട ലീലയ്ക്കും മദനനും അങ്ങനെ അവിടെ തിരശ്ശീല വീഴുകയാണ്. ലീലയുടെയും മദനന്റെയും കഥയാണ് ആശാൻ പറഞ്ഞു പോകുന്നെങ്കിൽ തന്നെയും ഈ കഥാബിന്ദു തുടക്കം മുതൽ അവസാനം വരെയും മാധവിയെ എത്രത്തോളം പ്രിയപ്പെട്ട ഒരു തോഴിയായി ചിത്രീകരിക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലൊരു കഥാബിന്ദു കിടക്കുമ്പോൾ, സാരാംശം കിടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില ചോദ്യങ്ങൾ കൂടി ആശാൻ നമുക്ക് തരുന്നുണ്ട്. അത് നമ്മൾ ഏവരും ചിന്തിക്കേണ്ട ഒന്നാണ്. കാരണം പ്രിയപ്പെട്ട കുമാരൻ ആശാൻ മാംസനിമിത്തമല്ല പ്രണയം അനുരാഗം എന്ന് പറയുന്ന ആ വാക്ക് എല്ലാ കവിതകളിലും അദ്ദേഹത്തിന്റെ ഒന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിത സങ്കല്പത്തെയാണ് മാംസനിമിത്തമല്ല അനുരാഗം എന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില ചോദ്യങ്ങൾ കൂടി ഉണ്ട്. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്നേഹം സത്യമാണെങ്കിൽ ലീലയുടെ ആ ഒരു ജീവിതകഥ, മദനന്റെ ജീവിതകഥ നമ്മൾ ഇതുവരെ കൊണ്ടെത്തിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്ന്. സ്നേഹം സത്യമാണെങ്കിൽ അത് എല്ലായ്പ്പോഴും വിജയിക്കുമോ എന്നുള്ളതാണ് ആ ഒരു ചോദ്യം. ഇവിടെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമോ എന്നതാണ് മറ്റൊരു ചോദ്യം. വളരെ അർത്ഥവത്തായ ചോദ്യമാണ്. സ്നേഹത്തെ സംരക്ഷിക്കുക. കാരണം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാത്ത സത്യങ്ങളാണ്. അതിന്റെ വേദനയും ശബ്ദവുമാണ് ലീല. ആ ലീല എന്ന കാവ്യ സമാഹാരത്തിലൂടെ ആശാൻ നമുക്ക് തരുന്ന ഒരു ബൃഹത്തായ സന്ദേശം എന്ന് പറയുന്നത്. നിരവധി കവിതാ സമാഹാരങ്ങൾ ആശാൻ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഓരോന്നും അർത്ഥവത്തായി പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് മിച്ചമായിട്ടുള്ള കവിതാ സമാഹാരങ്ങളും ഭാഷയ്ക്ക് ഭംഗം വരുന്ന സമയത്ത് അക്ഷരങ്ങൾ കിട്ടാതെ തിരയുന്ന കാലഘട്ടങ്ങളിൽ പോലും ആശാന്റെ ഇത്തരത്തിലുള്ള കവിതകളാണ്, ഇത്തരത്തിലുള്ള വാക്കുകളാണ് നമ്മുടെ മലയാള സാഹിത്യത്തിനും മലയാള സമൂഹത്തിനും വാക്കുകൾക്ക് ഒരു പഞ്ചമില്ലാതെ എഴുത്തച്ഛൻ മലയാളത്തിന്റെ പിതാവായി മാറിയപ്പോഴും മഹാകവി എന്ന് പറഞ്ഞുകൊണ്ട് കുമാരൻ ആശാൻ നമ്മളെയൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ലോകം എത്ര കാലം നിലനിൽക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഒരു പ്രഭാഷകൻ, എത്ര കാലം നിലനിൽക്കും അത്രയും കാലവും കുമാരൻ ആശാനെ ഓർക്കുന്ന രീതിയിലുള്ള ചിന്തകളും വാക്കുകളും മാനവ ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു ദൗത്യമാണ് അദ്ദേഹം പൂർത്തീകരിച്ചത്. അതിന് ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞുകൂടെ നിർത്താം. അദ്ദേഹം കവിതകൾ എഴുതുന്ന സമയത്ത് 102 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 52 വർഷം 53 വർഷക്കാലം മാത്രം ജീവിച്ചിരിക്കാൻ കഴിഞ്ഞ ആ മഹാനുഭൂതൻ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളും കുറിപ്പുകളും എഴുതുമ്പോൾ ഒരു കവിത എഴുതുകയാണെങ്കിൽ നിരവധി തവണ അതിനെ വെട്ടിച്ചുരുക്കി അക്ഷരങ്ങൾക്ക് കൃത്യത വരുത്തിക്കൊണ്ട്, അർത്ഥങ്ങൾക്ക് കൃത്യത വരുത്തിക്കൊണ്ട് എഴുതുന്ന കുറിപ്പുകൾ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ ചെറുമകൻ ഇരിക്കുന്ന വേദിയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അത്രയും വെട്ടിത്തിരുത്തലുകൾ, ആ വെട്ടിത്തിരുത്തിയ ഒരു പുസ്തകമോ ഒരു ബുക്കോ പോലും അദ്ദേഹം കളയാതെ മരണകാലം വരെയും അദ്ദേഹത്തിന്റെ ആപത്ഘട്ടത്തിൽ മരിച്ചതാണ്. ആ ഘട്ടം വരെയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ്. നിരവധി ബുക്കുകൾ എഴുതി, റഫർ എടുത്ത് നിരവധി ബുക്കുകൾ എഴുതി അതിൽ നിന്നും വെട്ടിച്ചുരുക്കി അർത്ഥവത്തായ സംശുദ്ധമായ അർത്ഥങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു ഭാവഗായകൻ, മനുഷ്യ കഥാനുഗായിക എന്ന ഈ ഇത് എഴുതാൻ കഴിയുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഒരാൾ ചോദിച്ച കാര്യമുണ്ടായിരുന്നു. സാമൂതിരി പാടുകളുടെ സമയത്ത് ഒരുപാട് ഈ പുരസ്കാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇന്ന് സാമൂതിരിയുടെ കയ്യിൽ നിന്നും ഏറ്റവും നല്ല കവിതയ്ക്ക് നമ്മുടെ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം മേടിച്ചു. നിങ്ങൾ എന്താണ് മേടിക്കാത്തത്, നിങ്ങൾക്ക് എന്താണ് പുരസ്കാരങ്ങൾ കിട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് ആ കവിത എഴുത്തുകാരൻ ഇന്നത്തെ എഴുത്തുകാരനാണ്, ഞാൻ ഇന്നത്തെ എഴുത്തുകാരനല്ല, ഞാൻ നാളേക്ക് വേണ്ടി എഴുതുന്ന എഴുത്തുകാരനാണ് എന്നാണ് കുമാരൻ ആശാൻ പറഞ്ഞത്. കൃത്യമായിട്ടും നമ്മൾ ആ വാക്കുകളാണ്
102 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് കുമാരനാശന്റെ കവിതകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ കണ്ടകാമോത്സവം നടത്താൻ ഈ ശ്രീനാരായണ സമിതിയുടെ ആശാൻ സ്റ്റഡി സെന്ററിന്റെ പ്രവർത്തകർ കാണിച്ച ആ വലിയ മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.